ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് നോങ് നൂച്ച് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്, തായ്ലൻഡിൽ. ഇത് നോങ് നൂച്ച് പട്ടായ ഗാർഡൻ എന്നും അറിയപ്പെടുന്നു. 600 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു സസ്യോദ്യാനവും വിനോദസഞ്ചാര കേന്ദ്രവുമാണിത്. വഴിയുടെ 2 സൈഡിലും മനോഹരമായിട്ട് ചെടികൾ നിൽക്കുന്നുണ്ട്. വലത്ത് സൈഡിൽ ആനകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. തായ്ലൻഡിൽ എവിടെ ചെന്നാലും നല്ല ഭംഗിയായിട്ട് ആനകളെയൊക്കെ നമുക്ക് കാണാവുന്നതാണ്, ജീവനുള്ളതും അല്ലാത്തതുമായിട്ട്. ഇടത് സൈഡിൽ പഴങ്ങളാണ്, വളരെ വലുതായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതിനകത്തെല്ലാം. വാക്കുകളാൽ വർണ്ണിക്കാവുന്നതിനേക്കാളും ഭംഗിയാണ്. ചെടികളെല്ലാം മതിലുകൾ പോലെ നല്ല മനോഹരമായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്നു. ഇവിടെ റോഡ് സൈഡ് മുഴുവൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്ന മരങ്ങൾ. അതിനെല്ലാം ഡ്രിപ്പ് ഇറിഗേഷനും കൊടുത്തിട്ടുണ്ട്. വലിയ ബോർഡ് കാണാം നമുക്ക് മുന്നിൽ. വീണ്ടും ആനകളുടെ ഒരു കൂട്ടം. ഇത്രയും വിസ്താരമേറിയ സ്ഥലത്ത് എന്ത് ഭംഗിയായിട്ടാണോ ചെടികൾ നിൽക്കുന്നതെന്ന്. രണ്ട് സൈഡിലും കാണാൻ നല്ല ഭംഗിയാണ്. പല ഷേപ്പിലും പല വലിപ്പത്തിലും അതിമനോഹരമായിട്ടാണ് എല്ലാം നിൽക്കുന്നത്. നമ്മളിതുവരെ പാസ് എടുക്കുന്ന സ്ഥലം വരെ പോലും എത്തിയിട്ടില്ല. അതിനിടയ്ക്ക് കാണുന്ന കാഴ്ചകളാണിതൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിൽ ഗാർഡനൊന്നും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരെയെല്ലാം വല്ല പൊട്ടക്കിണറ്റിലോ വല്ലതും തള്ളിയിട്ടാലോ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. വലിയ മരങ്ങളാകേണ്ടവയൊക്കെ നല്ല ഷേപ്പിൽ വെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെയൊന്നും അധികം സ്റ്റാഫിനെ ഒന്നും കാണുന്നില്ല. പക്ഷെങ്കിലെല്ലാം നല്ല വെൽ അറേഞ്ച്ഡ് ആണ്. ബൊഗൈൻവില്ലയുടെ ഒരു കളക്ഷൻ കാണാം. ഇത് ഫ്രഞ്ച് ഗാർഡനാണ്. ഇതിനടുത്തായിട്ട് തന്നെ ഒരു 9 പതാക കാണാം. ഇത് ഭൂട്ടാൻ എംബസി 2018 ഉദ്യാനത്തിന് സമ്മാനിച്ച പ്രാർത്ഥനാ പതാകകളാണ്. ഈ പതാകകൾ മങ്ങുമ്പോൾ 6 മാസത്തിനിടവിട്ട് ഇത് മാറ്റി സ്ഥാപിക്കും. ചെടികളൊക്കെ അടുക്കി വച്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുക്കുന്നത്. ധാരാളം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പാസ് എടുത്ത് അകത്തേക്ക് കയറി. ഇവിടെ നോങ് നോച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു. ഏത് സൈഡിൽ നോക്കിയാലും ചെടികൾ നല്ല ഭംഗിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. പെബിൾസൊക്കെ പതിച്ച ഭിത്തികളെല്ലാം നമുക്ക് കാണാം. ഇവിടെയെല്ലാം കാക്ടസ് ആണ് നിൽക്കുന്നത്. ഏതോ മായാലോകത്ത് വന്ന് പെട്ട പോലെ എനിക്ക് തോന്നുന്നു. എവിടോട്ടെല്ലാം നോക്കണം എന്നറിയാൻ മേലായിരുന്നു. കാരണം അതുപോലെ ചെടികളും പൂക്കളുമാണ്. അതിനോടൊപ്പം തന്നെ പല പല രൂപങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗ്ലാസ് ഹൗസിലാണ്. മുകളിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് കാണാം. ചേർന്ന് ചില കടകളുമുണ്ട് ഇതിനകത്ത്.
ഇവിടെ ധാരാളം ആനകളുണ്ട്. അവയ്ക്ക് നമുക്ക് ആഹാരം കൊടുക്കാവുന്നതാണ്. പഴങ്ങളാണ്. 50 ബാത്ത് കൊടുത്ത് നമ്മൾ പഴം വാങ്ങിച്ചാൽ ആനയ്ക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആന അനുഗ്രഹിക്കും നമ്മളെ. ധാരാളം ആനകളുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് കയറി സഞ്ചരിക്കാവുന്ന ആനകളുമുണ്ട്. ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി തന്നെ ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബുദ്ധവിശ്വാസികളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെയെല്ലാം ചെറിയ പ്രതിഷ്ഠകളൊക്കെ കാണാം നമുക്ക്. സ്വന്തമായിട്ട് ജീൻ ബാങ്കുള്ള ഒരു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളുടെ സീഡ്സും കമ്പുകളുമൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. 1980 ഇത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ സ്ഥാപകന് നോങ്നൂച്ച് ടാൻസാച്ചയാണ്. ഇത് ഡിസൈൻ ചെയ്യാൻ നോങ്നൂച്ച് ടാൻസാച്ചയുടെ കൂടെ കബോൺ തൻസാച്ച കൂടെ കൂടിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം നടന്നു കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ട്രാമ്പയിലാണ് പോയത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ നിന്നാണ് ട്രാമ്പയിൽ കയറുന്നത്. ധാരാളം വിദേശികളും സ്വദേശികളും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ട്രാമ്പയിൽ കയറി. ആനകളുടെ രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മതപരമായ ചടങ്ങുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. ആയോധന കലകളുടെ പ്രകടനങ്ങൾ, മസാജുകൾ, ആനകളുടെ പ്രദർശനങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ഇവിടെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് എത്ര പേരുണ്ടായിരിക്കും ഇതിൻ്റെ പിന്നിൽ. ഇവിടെ ധാരാളം ചെടികളുണ്ട്. അവയെ പലതായിട്ട് തിരിച്ചിരിക്കുന്നു. കള്ളിമുള്ളി ചെടികളുടെ ഗ്രൂപ്പ്, ഫേൺസ്, ബ്രൊമേലിയാഡ്, ഓർക്കിഡുകൾ, അഗേവ്, സൈക്കാഡുകൾ, ക്രോട്ടൺ, ബോൺസായി, അഗ്ലോണിമ, അങ്ങനെ നിരവധി ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. മേൽക്കൂരയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന രീതിയിലും ചെടികൾ നിൽപ്പുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് LED സിസ്റ്റവും ഇവിടെ വെച്ചിട്ടുണ്ട്. സസ്യങ്ങൾ നനയ്ക്കുന്നതിനുള്ള സ്പ്രേ സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫ്രഞ്ച് പൂന്തോട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡൈനോസർ വാലിയുണ്ട്. ഇറ്റാലിയൻ പൂന്തോട്ടമുണ്ട്. അങ്ങനെ ധാരാളമുണ്ട്. അതിനിടയ്ക്കെല്ലാം മൃഗങ്ങളെ രൂപങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളേതോ ഒരു മായാലോകത്തുൾപ്പെട്ട പോലെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഞാൻ കണ്ട കാഴ്ചകളൊക്കെ വീഡിയോയിൽ ഇടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് നീളം കൂടും. അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇടുകയാണ്. ഇവിടെ വന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഇത് വന്ന് കാണാനൊരു പ്രചോദനമാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ ഇതുപോലൊക്കെ ഒരു ഗാർഡൻ കാണുക ചെടിയോട് താല്പര്യമുള്ളവർക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. ഓരോ ചെടിയും വെട്ടി നിർത്തിയിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ആ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിന്ന് കാണാൻ തന്നെയുണ്ട്. പക്ഷെ സമയമില്ലാത്തതിന് ഞങ്ങൾ പെട്ടെന്ന് നീങ്ങിപ്പോവുകയാണ്. വീഡിയോയ്ക്ക് ഒത്തിരി നീളം കൂടുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നിർത്തുകയാണ്. അടുത്ത വീഡിയോകളിൽ ഓർക്കിഡുകളുടെ ലോകവും ഡൈനോസറസിൻ്റെ ലോകവും ഒക്കെ കാണിക്കാം എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണുക, ആസ്വദിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ വരുന്നതായിരിക്കും. കാത്തിരിക്കുക. താങ്ക് യു.